Hello, in this video we are going to solve a problem on fixed end beam, fixed end continuous beam with sinking at supports. സപ്പോർട്ട്സിൽ സിങ്സ് അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാവുന്ന പ്രോബ്ലംസ് HCH, BHA വാല്യൂസ് ഉള്ള ഒരു ടൈപ്പ് പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്, അതും ഫിക്സ്ഡ് എൻഡിൽ. പ്രോബ്ലം ഇതാണ്: അനലൈസ് ദ കണ്ടിന്യൂസ് ബീം ABC shown in figure using 3-moment equation. If the support B sinks down by 10 mm, take Young's modulus E as 200 kilonewton per millimeter square and I 1 into 10 raised to 8 millimeter raised to 4. Draw BFD also. ABC എന്ന് പറയുന്ന ഫിക്സ്ഡ് എൻഡ് ബീം എൻഡുള്ള ഒരു കണ്ടിന്യൂസ് ബീമാണ് തന്നിട്ടുള്ളത്. എക്സ്റ്റേണൽ ലോഡ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തന്നിരിക്കുന്ന വാല്യൂസൊക്കെ നോക്കുക. തന്നിരിക്കുന്ന വാല്യൂസിൽ ഇഫ് ദ സപ്പോർട്ട് ബി സിങ്സ് ഡൗൺ ബൈ 10 mm എന്നാണ്. അപ്പോൾ നമ്മളെ ബീം എന്ന് പറയുന്നത് ABC എന്ന് പറഞ്ഞ ബീമാണ്. അതിൽ സപ്പോർട്ട് ബി എന്ന് പറയുന്നത് സിങ്സ് ഡൗൺ, താഴേക്ക് സിങ്ക് ചെയ്യുന്നുണ്ട്, സിങ്സ് ഡൗൺ ബൈ 10 mm എന്നാണ്. അപ്പോൾ ഇങ്ങനെ സിങ്സ് ഡൗൺ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ HB എന്നൊക്കെ പറയുന്ന വാല്യൂസിന് വാല്യൂ ഉണ്ടാവും, നമുക്കറിയാം അല്ലേ. ബി എന്ന് പറയുന്ന സപ്പോർട്ട് സിങ്ക് ചെയ്യുന്നതുകൊണ്ട് HB ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം, -10 mm. -10 mm എന്ന് പറഞ്ഞാൽ -10 ഇൻറ്റു 10 റേസ് ടു -3 മീറ്റർ. ഓക്കെ, നമ്മളെപ്പോഴും മീറ്റർക്ക് കൺവേർട്ട് ചെയ്യണം, കാരണം നമ്മളെ ബീമിലുള്ള ലെങ്ത്തൊക്കെ ABൻ്റെ ലെങ്ത്തൊക്കെ 6 മീറ്റർ 4 മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ വാല്യൂസും എന്ത് ചെയ്യണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി HAൻ്റെ വാല്യൂ HCൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ ബി ആണ് സെറ്റിൽ ചെയ്തത്, സംഭവം സത്യം തന്നെ. പക്ഷേ നമ്മൾ ABC എന്ന് പറഞ്ഞ ബീം കൺസിഡർ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞപ്പോൾ ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് സെറ്റിൽ ചെയ്ത് താഴെ എത്തിയില്ലേ. വിത്ത് റെസ്പെക്ട് ടു ദിസ് ഈ സൈഡിലേക്ക് ഉണ്ടാവുന്ന ഈ ഹൈറ്റിനെയാണ് നമ്മൾ HC എന്ന് വിളിക്കുന്നത്. ഈ സപ്പോർട്ടിലേക്ക് ബിയിൽ നിന്നും A സപ്പോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ HA എന്ന് വിളിക്കുന്നത്. അപ്പോൾ HA അപ്വേർഡ് ഡയറക്ഷൻക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ +10 mm എന്നാണ് HAൻ്റെ സെറ്റിൽമെൻറ്റ്, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് സെറ്റിൽമെൻറ്റ് അറ്റ് A. ഹൈറ്റ് ഓഫ് സെറ്റിൽമെൻറ്റ് അറ്റ് C എന്ന് പറയുന്നത് ഇതേപോലെ എന്തായിരിക്കും, +10 mm ആയിരിക്കും. +10 mm നമുക്ക് എന്ത് എഴുതാം, +10 ഇൻറ്റു 10 റേസ് ടു -3 മീറ്റർ. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇൻ്റെ വാല്യൂവും ഐൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്, പക്ഷെ തന്നിരിക്കുന്ന യൂണിറ്റ് ഡിഫറെൻ്റ് ആണ്. E ഈസ് ഈക്വൽ ടു 200 kilonewton per millimeter square എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മില്ലിമീറ്ററിനെയൊക്കെ നമുക്ക് എന്താക്കണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ വി ക്യാൻ റൈറ്റ് 200 kilonewton. കിലോന്യൂട്ടണിന് ഒരു പ്രശ്നമില്ല, കാരണം ലോഡുകളൊക്കെ കിലോന്യൂട്ടണിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കിലോന്യൂട്ടൺ തന്നെ. മില്ലിമീറ്ററിനെ നമുക്ക് എന്താക്കണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, 1 മില്ലിമീറ്ററിനെ കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം, നമുക്ക് 10⁻³ ചെയ്താൽ മതി. ഇവിടെ എന്തുണ്ട്, മില്ലിമീറ്റർ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾ 10⁻³ ഒന്നുകൂടി ചെയ്യണം, അത്രയും മീറ്റർ സ്ക്വയർ. വിച്ച് വി ക്യാൻ റൈറ്റ് 200 kilonewton per 10⁻⁻6 മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 10⁻⁻6 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ വി ക്യാൻ റൈറ്റ് 200 ഇൻറ്റു +10⁻⁶ kilonewton per മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇനി ഈൻ്റെ വാല്യൂ വരുന്നിടത്തൊക്കെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, E ഈസ് ഈക്വൽ ടു 200 ഇൻറ്റു 10⁻⁶ kilonewton per മീറ്റർ സ്ക്വയർ. തേർഡ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഐൻ്റെ വാല്യൂ I ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 10⁸ millimeter raised to 4 ആണ്. അപ്പോൾ ഈ മില്ലിമീറ്റർ നമുക്ക് പറ്റില്ല, നമുക്കതിനെ മീറ്ററിലേക്ക് ആക്കണം. എന്ത് ചെയ്യും, നമ്മൾക്കറിയാം 1 മീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ഇൻറ്റു 10⁻³ ആണ്. അപ്പോൾ അങ്ങനെ 4 ഉണ്ട്. അപ്പോൾ റേസ് ടു 4, അത്രയും മീറ്റർ റേസ് ടു 4. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 10⁸8 ഇൻറ്റു -3 ഇൻറ്റു 4 എത്ര, 10⁻⁻12 മീറ്റർ റേസ് ടു 4. ഇതിൽ 10⁻8ഉം +8ഉം 10⁻⁻8ഉം കൂടി -12ഉം കൂടി ചെയ്യുമ്പോൾ നമുക്ക് 10⁻⁻4 മീറ്റർ റേസ് ടു 4 എന്ന് കിട്ടും. അപ്പം ഇനി ഐ എവിടെ വന്നാലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 10⁻⁻4 ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ക്ലാരിഫൈ ആവേണ്ട 3 സംഭവങ്ങളാണ് ഈ ബി സിങ്ക് ചെയ്യുന്നത്, ഇൻ്റെ വാല്യൂ ആൻഡ് ഐൻ്റെ വാല്യൂ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ
എല്ലാ പ്രോബ്ലംസും സെയിം സ്റ്റെപ്സിൽ തന്നെ ചെയ്തു പോവുക. ഫിക്സ്ഡ് എൻഡ് ബീമാണ്. ഫിക്സ്ഡ് എൻഡ് ബീം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൈഡിലേക്ക് ഒരു എക്സ്ട്രാ ഇമാജിനറി ആയിട്ട് ഒരു ലെങ്ത്ത് A0 മാർക്ക് ചെയ്യണം. A0 A B C എന്ന് പറഞ്ഞ ബീമായി. ഈ ലെങ്ത്ത് 4 മീറ്റർ ആണ്, ഇത് 6 മീറ്റർ ആണ്, ഇത് L0 മീറ്റർ ആണ്. EI എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഇവിടുത്തെ EI എന്ന് പറയുന്നത് 2I ആണ്. I എന്ന് പറയുന്നത് 2I ആണ്. ഇവിടുത്തെ I എന്ന് പറയുന്നത് I ആണ്. ഇവിടെ എക്സ്ട്രാ ലെങ്ത്ത് നമുക്കറിയാം, എക്സ്ട്രാ ലെങ്ത്ത് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് 1 2 3 4 എന്ന് പറഞ്ഞ സപ്പോർട്ട്സ് ആണ്. ഫസ്റ്റ് 3 സപ്പോർട്ട്സിൽ എടുക്കുക, പിന്നെ നമ്മൾ 2 3 സപ്പോർട്ട്സിൽ ഡിഫറെൻറ്റ് കൺസിഡർ ചെയ്യുക. ആദ്യത്തെ 3 മൊമെൻറ്റ് ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ 3 സപ്പോർട്ട്സിൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് സപ്പോർട്ട് എടുത്തു, ഫസ്റ്റ് 3 സപ്പോർട്ട്സ് എടുത്തു. ദാറ്റ് ഈസ് A0 A B എന്ന് പറഞ്ഞ സപ്പോർട്ട്സ് എടുത്തു. നമുക്കറിയാം A0ൽ എന്താ ഉള്ളത്, L0 ആണ് ഡിസ്റ്റൻസ്. AB-യിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ഇതിന് എക്സ്റ്റേണൽ ലോഡുകളൊന്നുമില്ല. അപ്പോൾ ഇതിനെ നമ്മൾക്ക് സെപ്പറേറ്റ് കൺസിഡർ ചെയ്തിട്ട് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രോ ട്രയാങ്കുലോ സെമി സർക്കിളൊന്നും വരക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആകെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ഇവിടുത്തെ മൊമെൻ്റ് അറ്റ് A എന്ന് പറയുന്നത് എന്തായിരിക്കും, മൊമെൻ്റ് അറ്റ് A0 എന്ന് പറയുന്നത് എൻഡിലുള്ള ലോഡ് ആയതുകൊണ്ട് മൊമെൻ്റ് അറ്റ് A0 0 ആയിരിക്കും. പിന്നെ ഇവിടെ ഉള്ളത് ടോട്ടൽ A0 എന്ന് പറയുന്നത് 0 ആയിരിക്കും, സ്മോൾ A0 എന്ന് പറയുന്നത് 0 ആയിരിക്കും, L0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെ ഈ സെക്ഷനിലുള്ള എല്ലാ സാധനങ്ങളും 0 ആയിരിക്കും. ഇനി ഈ എൻഡിൽ നോക്കുക, AB എന്ന് പറഞ്ഞ സെക്ഷനിൽ MAക്ക് ഒരു വാല്യൂ ഉണ്ടാവും, കണ്ടുപിടിക്കണം. MBക്ക് ഒരു വാല്യൂ ഉണ്ടാവും, അതും കണ്ടുപിടിക്കണം. ഓക്കെ, A1 എന്ന് പറയുന്നത് 0 ആണ്. കാരണം A1ൻ്റെ മീനിങ് എന്താ, ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാണ്. ഇവിടെ എക്സ്റ്റേണൽ ലോഡ് ഇല്ലാത്തതുകൊണ്ട് ദർ ഇസ് നോ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, സോ ദർ ഈസ് നോ ഏരിയ. ഏരിയൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഏരിയ ഇല്ലാത്തതുകൊണ്ട് സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. L1 എന്ന് പറയുന്നത് എന്തായിരിക്കും, 6 മീറ്റർ ആണെന്ന് കിട്ടി. ഐൻ്റെ വാല്യൂവും ഇൻ്റെ വാല്യൂവും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 3 മൊമെൻറ്റ് ഇക്വേഷൻ എഴുതുക. A0 A B എന്ന് പറഞ്ഞ ബീമിനെ നമ്മൾ 3 മൊമെൻറ്റ് ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. 3 മൊമെൻറ്റ് ഇക്വേഷൻ എന്ത് വരും, MA0 ഇൻറ്റു L0/I0. മുന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഇതിൻ്റെ ബെൻഡിങ് 3 മൊമെൻറ്റ് ഇക്വേഷൻ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇൻറ്റു 2 + 2MA ഇൻറ്റു L0/I0 പ്ലസ് L1/I1 പ്ലസ് MB ഇൻറ്റു L1/I1 which is equal to minus 6 A0 divided by I0 L0 minus 6 A1 divided by I1 L1 plus 6 EH A0 divided by L0 plus 6 EH B divided by L1. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇതിൽ ഏതൊക്കെ ടേമാണ് 0 ആയി പോവുക, നമുക്കറിയാം MAൻ്റെ വാല്യൂ 0 ആണ്, സിൻസ് ദിസ് ടേം വിൽ ബി 0. L0ൻ്റെ വാല്യൂ ഇല്ല, അപ്പോൾ ഈ ടേം എന്തായിരിക്കും, 0 ആയി പോവും. പിന്നെയുള്ള എന്താ, A0ൻ്റെ വാല്യൂ ഇല്ല, അപ്പോൾ ദിസ് ടേം വിൽ ബി 0. ആൻഡ് A1ൻ്റെ വാല്യൂ ഇല്ല, അപ്പോൾ ദിസ് ടേം ഓൾസോ വിൽ ബി A1ൻ്റെ വാല്യൂ ഒക്കെ 0 ആയതുകൊണ്ട് ദിസ് ടേം വിൽ ബി 0. ആൻഡ് HA0 A0യിൽ സെറ്റിൽമെൻ്റ് ഒന്നുമില്ല, അപ്പോൾ ഈ ടേമും 0. ബാക്കിയുള്ള ടേമും മാത്രമേ നമുക്കിവിടെ വരുള്ളൂ. ആ ടേം നമുക്ക് എന്ത് ചെയ്യുക, എടുത്തെഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 2MA ഇൻറ്റു L1/I1 പ്ലസ് MB ഇൻറ്റു L1/I1 വിച്ച് ഈസ് ഈക്വൽ ടു 6EHB divided by L1. ഇതിൽ നമ്മൾക്ക് കിട്ടിയ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു MAക്ക് വാല്യൂ ഇല്ല, അപ്പോൾ MA തന്നെ എഴുതി. L1/I1ന് 6 divided by I1 എന്ന് പറയുന്നത് 2I ആണ്, പ്ലസ് MB ഇൻറ്റു 6 divided by 2I which is equal to 6 ഇൻറ്റു E എന്ന് പറയുന്നത് 200 ഇൻറ്റു 10⁻6 ഇൻറ്റു HB. ബിയിലാണ് സെറ്റിൽമെൻറ്റ് ഉണ്ടായത്, അപ്പോൾ ബിയിലെ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് -200
മൈനസ് 10 ഇൻറ്റു 10⁻³ ആണ്. അപ്പം -10 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ L1 എന്നാണ്. L1 എന്ന് പറയുന്നത് 6. ഈ ഇക്വേഷനാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 6 ക്യാൻസൽ. 10⁻³ 10⁻+6 ആകുമ്പോൾ ഇതെന്ത് വരും? 10⁻+3 വരും. പിന്നെ ഇതൊക്കെ നമുക്ക് 2നെ ഇതിന് വെട്ടുമ്പോൾ 3 വരും. ഇതിൽ വെട്ടുമ്പോൾ 3 വരും. ബാക്കിയുള്ള ഇക്വേഷൻസ് നമ്മൾ എടുത്തെഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? 6ma ഡിവൈഡഡ് ബൈ I പ്ലസ് 3mb divided by I, which is equal to -200 into 10⁻⁴ എന്ന് വരും. അപ്പോൾ താഴെ ഡിനോമിനേറ്ററിൽ I കോമൺ ആണല്ലേ. അപ്പോൾ നമ്മൾ ബോത്ത് സൈഡ്സ് I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ ഇക്വേഷൻ എന്താവും? 6ma പ്ലസ് 3mb is equal to -200 ഇൻറ്റു 10⁻⁴ ഇൻറ്റു I വരും. ഓക്കെ, ഈ ഐനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ രണ്ട് സൈഡിലും I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഏത് കൺസെപ്റ്റ് വേണമെങ്കിലും വിചാരിക്കുക. പക്ഷേ ഇങ്ങനെയായിരിക്കും ആൻസർ വരിക. അതിൻ്റെ വാല്യൂ എന്താ? അതിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 10⁻⁴ ആണ്. ഈ 10⁻⁴ അതിൻ്റെ സ്ഥലത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ 10⁻+4ഉം 10⁻⁴ഉം ക്യാൻസലാവും. നമ്മൾ ഇക്വേഷൻ എന്ത് വരും? 6ma പ്ലസ് 3mb which is equal to -200. This is equation number 1. ഫസ്റ്റത്തെ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയത്. അതായത് A0 AB എന്ന് പറഞ്ഞ ബീം കൺസിഡർ ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ. നെക്സ്റ്റ് വി നീഡ് ടു കൺസിഡർ ദ സെക്കൻഡ് ബീം, ദാറ്റ് ഈസ് ABC എന്ന് പറഞ്ഞ ബീം. ABC എന്ന് പറഞ്ഞ ബീം കൺസിഡർ ചെയ്തു. അതിൽ ABC എന്ന് പറഞ്ഞ ബീമിൽ AB എന്ന് പറഞ്ഞ ലെങ്ത്ത് 6 മീറ്റർ ആണ്. BC എന്ന് പറഞ്ഞ ലെങ്ത്ത് 4 മീറ്റർ ആണ്. ഇതിന് എക്സ്റ്റേണൽ ലോഡുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ വാല്യൂസൊക്കെ എന്തായിരിക്കും? ഇവിടെ A1ൻ്റെ വാല്യൂ 0 ആയിരിക്കും. സ്മോൾ a1ൻ്റെ വാല്യൂ 0 ആയിരിക്കും. L1 is equal to 6 മീറ്റർ ആയിരിക്കും. ഇവിടെ A2ൻ്റെ വാല്യൂ 0 ആയിരിക്കും. സ്മോൾ a2ൻ്റെ വാല്യൂ 0 ആയിരിക്കും. L2ൻ്റെ വാല്യൂ 4 മീറ്റർ ആയിരിക്കും. A2ൻ്റെ വാല്യൂ ഒക്കെ 0 ആവാൻ കാരണം എന്താ? A2 A1 ഒക്കെ പറയുന്നത് ഇസ് ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാണ്. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയനെയാണ് നമ്മൾ A1 A2 പറയുന്നത്. ഈ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ എക്സ്റ്റേണൽ ലോഡുകളൊക്കെ വരണമെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു പരാബോളിക് ഷേപ്പിലൊക്കെ വരുള്ളൂ. ഇവിടെ എന്തില്ല? എക്സ്റ്റേണൽ ലോഡ് ഇല്ലാത്തതുകൊണ്ട് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം ഇല്ല. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം ഇല്ലാത്തതുകൊണ്ട് ക്യാപിറ്റൽ A1കളില്ല, സ്മോൾ A1 A2 അതൊന്നും ഇല്ല. പിന്നെ ഈ കിട്ടുന്ന വാല്യൂസൊക്കെ ഇപ്പോൾ ഇവിടെ ആകെ ഉണ്ടാവുന്നത് എന്തായിരിക്കും? HAൻ്റെ വാല്യൂ is equal to നമുക്കറിയാം പ്ലസ് 10 ഇൻറ്റു 10⁻³ ആണ്. അതേപോലെ HCൻ്റെ വാല്യൂവും പ്ലസ് 10 ഇൻറ്റു 10⁻³ ആണ്. മൊമെൻ്റ് HA നമുക്കറിയില്ല. മൊമെൻ്റ് HB നമുക്കറിയില്ല. മൊമെൻ്റ് HC is equal to എന്തായിരിക്കും? 0. മൊമെൻ്റ് HC 0 ആവാൻ കാരണം എന്താ? ഇങ്ങനെയായിരുന്നു നമ്മളെ ഫിക്സ്ഡ് ബീം ഉണ്ടായിരുന്നത്. സി എന്ന് പറയുന്നത് എൻഡിലുള്ള സപ്പോർട്ടാണ്. എൻഡിൽ ഹിഞ്ച് ഓർ റോളർ വന്നാൽ അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ വാല്യൂ ഒക്കെ നമ്മൾ ഇനി എന്ത് ചെയ്തു? 3 മൊമെൻറ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ABC എന്ന് പറഞ്ഞ 3 മൊമെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ വരിക? MA ഇൻറ്റു L1/I1 പ്ലസ് 2MB ഇൻറ്റു L1/I1 പ്ലസ് L2/I2 പ്ലസ് MC ഇൻറ്റു I2 divided by L2 divided by I2, which is equal to -6 A1 divided by I1 L1 minus 6 A2 divided by I2 L2 plus 6 EHA divided by L1 plus 6 EHC divided by L2. ഇതിൽ ഏതൊക്കെ ടേമാണ് 0 ആയി പോവുക? നമുക്ക് നോക്കാം. സിൻസ് MCൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ദിസ് ടേം വിൽ ബി 0 ആൻഡ് ഓൾസോ A1 ആൻഡ് A2 ഈ രണ്ട് ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. സിൻസ് ക്യാപിറ്റൽ A1 സ്മോൾ A1ഉം ക്യാപിറ്റൽ A2 സ്മോൾ A2ൻ്റെ വാല്യൂ ഒക്കെ 0 ആണ്. ബാക്കിയുള്ള 4 ടേംസ് റിമൈനിങ് ടേംസ് ആർ ദർ. ആ റിമൈനിങ് ടേംസ് നമ്മൾ എടുത്തെഴുതി. MA ഇൻറ്റു L1/I1 പ്ലസ് 2MB ഇൻറ്റു
L1 by I1 plus L2 divided by I2, which is equal to minus 6E HA divided by L1, അല്ല മൈനസ് ഇല്ല, പ്ലസ് 6E HC divided by L2. ഇതിൽ നമുക്കറിയുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്കറിയുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് വരും? ഇതിൽ നമ്മൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദർ ഇസ് നോട്ട് ഇനഫ് സ്പേസ്. ഇതിൻ്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ MA ഇൻറ്റു 6 divided by 2I plus 2MB into 6 divided by 2I plus 4 divided by I, which is equal to 6 into 200 into 10 raised to 4 into 10 raised to minus 2. 10 raised to minus 2 എന്ന് എഴുതുന്ന വരും 10 into 10 raised to minus 3 divided by 6 plus 6 into 200 into 10 raised to 4 into 10 into 10 raised to minus 3 divided by 4. ഇതായിരിക്കും നമ്മളെ ഇക്വേഷൻ. ഇതിലെ ടേംസ് ഏതൊക്കെയെന്നൊക്കെ മനസ്സിലായില്ലേ? ദിസ് ടേം ഇസ് HC, ദിസ് ടേം E ആണ്, ഈ ടേം HA ആണ്, ഈ ടേം E ആണ്. ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? 3MA പ്ലസ് 14MB which is equal to 500 എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. സെക്കൻഡ് ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഇക്വേഷൻ അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഇക്വേഷൻ കിട്ടി, സെക്കൻഡ് ഒരു ഇക്വേഷനും കിട്ടി. ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് MA is equal to മൈനസ് 57.33 കിട്ടും കിലോ ന്യൂട്ടൺ മീറ്റർ, ആൻഡ് MB is equal to പ്ലസ് 48 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നും കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഫൈനൽ ആൻസർ ഇതാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം? നമുക്ക് ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കണം. അതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്കറിയാം, ആദ്യം നമ്മൾ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കണം, പിന്നെ നമ്മൾ എന്ത് വരക്കണം? നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വെക്കണം. ദർ ഈസ് നോട്ട് ഇനഫ് സ്പേസ്. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെ ബീം നമ്മൾ ബീം വരക്കുകയാണ്. ABC 4 മീറ്റർ 6 മീറ്ററിൽ ഓരോ ബീം വരച്ചു. നമ്മൾ ബീം വരച്ചു. ഇതിൽ ഫ്രീ ബെൻഡിങ് മൊമെൻ്റ് ഇല്ല, കാരണം എക്സ്റ്റേണൽ ലോഡൊന്നും വരാത്തതുകൊണ്ട് ഇതിലെന്തില്ല? എക്സ്റ്റേണൽ ആയിട്ടുള്ള ബെൻഡിങ് ലോഡുകളോ ഇങ്ങനത്തെ ട്രയാങ്കുലർ ഷേപ്പോ പാരാബോളിക് ഷേപ്പിലുള്ള ബീമുകളോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഇവിടെ നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വാല്യൂ എന്താ? MAൻ്റെ വാല്യൂ എയിലുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ മൈനസ് 57.3. അപ്പം നെറ്റ് ബെൻഡിങ് മൊമെൻറ്റിലെ മൈനസ് വാല്യൂ ന്യൂട്രൽ ആക്സിസിൻ്റെ അല്ലെങ്കിൽ ബീമിൻ്റെ മുകളിലേക്കാണ് വരിക. ദാറ്റ് ഈസ് മൈനസ് 57.33. ഇനി നെക്സ്റ്റ് B ആണ്. ബിയിലുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ പ്ലസ് 48 ആണ്. അപ്പോൾ പ്ലസ് ഉള്ള വാല്യൂ ബീമിൻ്റെ താഴേക്കാണ് വരയ്ക്കുക. ദാറ്റ് ഈസ് പ്ലസ് 48 കിലോ ന്യൂട്ടൺ മീറ്റർ. മൊമെൻ്റ് അറ്റ് C എൻഡിലുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഈ പോയിൻ്റുകളെ കൂട്ടി വരക്കുമ്പോൾ കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ബീമിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത്. Okay, this is negative, this is positive. Okay, hope you all understand. ഈ പ്രോബ്ലംസ് ചെയ്ത് തന്നെ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.